ഒരു റിക്വസ്റ്റും കൂടെ, ഇത് 2026 ഒരു ഇലക്ഷൻ അജണ്ട ആവരുത്. ശബരിമല സ്വർണ്ണക്കൊള്ള 2026 ഒരു ഇലക്ഷൻ അജണ്ട ആകരുത്. അത് CPM-നായിരിക്കും കൂടുതൽ ദോഷം ചെയ്യാന്ന് എനിക്കറിയാം, പക്ഷെ ആവരുത്. നമ്മൾ അമ്പലവും പള്ളിയും ഒന്നും അല്ലെങ്കിൽ ദൈവവും രാഷ്ട്രീയ വിഷയങ്ങളാകരുത്. ഇത് രാഷ്ട്രീയത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്തതാണ് എന്നൊരു അയ്യപ്പ വിശ്വാസിയുടെ ഭാഗമായി അഭ്യർത്ഥിക്കും. ഇനി രണ്ടാമത്തെ ഒരു വിഷയം, എന്റെയും കൂടെ വിഷയം ഉള്ളതുകൊണ്ടാണ് രണ്ടാമത്തെ. സാധാരണ 2 വിഷയങ്ങൾ പത്രസമ്മേളനത്തിൽ വരാറില്ല, പക്ഷേ 2 വിഷയം വരുന്നതിന്റെ കാരണം തിങ്കളാഴ്ച എന്റെ ജാമ്യം റദ്ദ് ചെയ്താൽ ഒരു പക്ഷേ എനിക്കിത് പറയാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ്. ഇനി അടുത്തത്, ഈ അതിജീവിത എന്ന പദം, ദൈവത്തെ ഓർത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇന്നലെ കൂടി ഹൈക്കോടതിയുടെ ഒബ്സർവേഷൻ ഉണ്ട്. ആദ്യത്തെ പരാതിയിൽ പരസ്പര സമ്മതപ്രകാരമാണ് ബന്ധം ഉണ്ടായത്. നിങ്ങളെല്ലാം കേട്ട് കാണൂല്ലേ? ഇത് സെഷൻസ് കോടതിയുടെ വിധിന്യായത്തിന്റെ, നസീറ മാഡത്തിന്റെ വിധിന്യായത്തിന്റെ ഭാഗമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പരസ്പര സമ്മതത്തോടു കൂടിയാണ് ഇതുണ്ടായത്. ഇപ്പോൾ ഇതിനെ റേപ്പ് എന്ന് വിളിക്കാൻ അല്ലെങ്കിൽ പീഡനം എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു മെറ്റീരിയലും ഇല്ല എന്ന് ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിന്യായത്തിലും ഇന്നലെ ഹൈക്കോടതിയുടെ ഒബ്സർവേഷനിലും വന്നിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ആദ്യ പരാതിയോ രണ്ടാമത്തെ പരാതിയോ ഒക്കെ അതിജീവിതയാകുക? എന്ത് അതിജീവിച്ചു എന്നാ പറയണേ? അതായത് ഓൾറെഡി പീഡനം നടന്നിട്ടില്ല എങ്കിൽ പിന്നെ എന്താണ് ഇവർ അതിജീവിച്ചത്? പിന്നെ എങ്ങനെയാണ് ഇവർ അതിജീവിതയാകുക? അതിജീവിതമാർക്കും ഇരകൾക്കും നൽകുന്ന സംരക്ഷണം ഇവർക്ക് എങ്ങനെയാണ് കൊടുക്കാൻ പറ്റുക? പേര് പറയണമെന്ന് ഞാൻ പറയുന്നില്ല, ഞാനും പേര് പറയില്ല, സംശയമൊന്നുമില്ല. പേര് പറഞ്ഞു എന്ന് കള്ളം പറഞ്ഞ് എന്നെ അറസ്റ്റ് ചെയ്ത് 16 ദിവസം ജയിലിലിട്ടതാണ്. പേര് പറഞ്ഞു എന്നും ഫോട്ടോ ഇട്ടു എന്നും പറഞ്ഞ് കള്ളം പറഞ്ഞ് എന്നെ അറസ്റ്റ് ചെയ്തതാണ്. നിങ്ങൾ അറിയേണ്ട കാര്യം കൂടിയുണ്ട്, ഞാനൊരു AI ജനറേറ്റഡ് വെറും ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ആണ് ഇട്ടത്. അപ്പം പോലീസുകാർ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് അന്വേഷണം നടത്തണം, ഇത് തന്റെ ഫോട്ടോ വേണമെന്ന് ആ പെൺകുട്ടിക്ക് തോന്നിയാൽ അല്ലെന്ന് പറയാൻ ഞങ്ങൾക്ക് FSL റിപ്പോർട്ട് വേണോ? ചുമ്മാ ഓരോ ടെക്നിക്കാലിറ്റി പറയുക, ചുമ്മാ പറച്ചിൽ നിന്ന് വേണ്ടി എന്ന് പറഞ്ഞു. FSL റിപ്പോർട്ട് വരട്ടെ. ഞാൻ സാറിന് കണ്ടാ പോരെ, ഇത് ആ പെൺകുട്ടി അല്ലല്ലോ. അപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങൾ ദയവായി ശ്രദ്ധിക്കേണ്ട കാര്യം, അതിജീവിത എന്നുള്ള പദം വിശുദ്ധവും നിയമപരമായി വളരെ പ്രാധാന്യമുള്ളതുമാണ്. ലൈംഗിക അതിക്രമ കേസുകളിലെ സ്ത്രീകൾക്ക് സുരക്ഷ, സ്വകാര്യത ഉറപ്പാക്കാനാണ് ആ മഹത്തരമായ പദം നമ്മുടെ നിയമ സംവിധാനത്തിൽ യൂസ് ചെയ്യുന്നത്. ആ വാക്ക് സൂക്ഷ്മതയില്ലാതെയാണ് പലരും ഉപയോഗിക്കുന്നത്. ഉദാഹരണം, രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ സെഷൻസ് കോടതിയുടെ വിധിയിലും, ഓർക്കുക ഒബ്സർവേഷൻ അല്ല വിധിന്യായത്തിന്റെ ഭാഗമായിട്ടും ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലും പരസ്പര സമ്മതത്തോടെയാണ് ഒരു പരാതിയിൽ ബന്ധം നടന്നിരിക്കുന്നത്. അതിൽ ധാർമ്മിക നിയമ പ്രശ്നങ്ങളില്ല എന്നും ഹൈക്കോടതി നിരീക്ഷിച്ചത് നമ്മുടെ മാധ്യമങ്ങൾ കാണുകയുണ്ടായി. ഈ അവസരത്തിൽ ആ സ്ത്രീകളെ അതിജീവിത എന്ന് സംബോധന ചെയ്യുന്നത് നിയമപരമായി ശരിയല്ല. പരാതിക്കാരനാണ് വിളിക്കേണ്ടത്, യാതൊരു പ്രശ്നവുമില്ല. പരാതിക്കാരൻ തന്നെ വിളിക്കണം, പേര് പറയണമെന്ന് പറയുന്നില്ല. പരാതിക്കാരനാണ് വിളിക്കേണ്ടത്. അവർ അതിജീവിതകളല്ല എന്ന പരാമർശനത്തിനാണ് എന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് പറഞ്ഞ് പോലീസ് കോടതിയിൽ പോയിരിക്കുന്നത്. നിങ്ങൾ അറിയുമ്പോൾ അത്ഭുതപ്പെടും. രാഹുൽ ഈശ്വർ അവർ അതിജീവിതകളല്ലെന്നും ഈ വ്യക്തി വ്യാജ അതിജീവിത എന്ന വാക്ക് ഉപയോഗിച്ചു. ആ വ്യാജ അതിജീവിത എന്ന വാക്ക് ഉപയോഗിച്ചത് അവർക്ക് മാനസികവും സാമൂഹികവുമായി വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. പോലീസ് കോടതിയിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ ഞാൻ വെർബാറ്റിം കോട്ട് ചെയ്യുകയാണ്. അതിജീവിത അല്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് എന്റെ ജാമ്യം റദ്ദാക്കണം. ഇവർ യഥാർത്ഥത്തിൽ ജെനുവിൻ അതിജീവിത അല്ല എന്ന് പറഞ്ഞതിന് എന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് പറഞ്ഞാണ് പോയിരിക്കുന്നത്. ഫെബ്രുവരി 2 തിങ്കളാഴ്ചയാണ് എന്റെ കേസുള്ളത്. ഞാൻ പറഞ്ഞ കാര്യം അക്ഷരം പ്രതി ശരിയാകുകയും കോടതി നിരീക്ഷണത്തിന്റെയും വിധിയുടെയും അടക്കം ഭാഗമായി വരികയും ചെയ്തിരിക്കുകയാണ്. സെഷൻ കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിലാണ് പറയുന്നത്. ഹൈക്കോടതിയുടെ ഒബ്സർവേഷനോട് ഞാൻ നിങ്ങളോടൊരു ചോദ്യമായിട്ട് ചോദിക്കാം. രാഹുൽ മാങ്കൂട്ടത്തിലും A എന്നൊരു പെൺകുട്ടിയോ അല്ലെങ്കിൽ B എന്നൊരു പെൺകുട്ടിയോ അല്ലെങ്കിൽ C എന്നൊരു പെൺകുട്ടിയും പരസ്പര സമ്മതത്തോടെ ബന്ധത്തിൽ ഏർപ്പെട്ട് ആ പെൺകുട്ടി പരാതി കൊടുത്ത് കോടതി ഇത് പരസ്പര സമ്മതത്തോടെയാണെന്ന് പറഞ്ഞ് ബലാത്സംഗവും പീഡനവും അടക്കമുള്ള സെക്ഷൻസ് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ആ പെൺകുട്ടി അതിജീവിതയാകുക? സ്വാഭാവികമായൊരു ചോദ്യമല്ലേ. പിന്നെ എങ്ങനെയാണ് ആ പെൺകുട്ടിക്ക് അതിജീവിത എന്ന് പറയുന്ന ടൈറ്റിൽ കൊടുക്കാൻ പറ്റുക? അതിജീവിത അല്ല എന്ന് പറഞ്ഞ പേരിൽ എനിക്കെതിരെ കേസിന് പോകാൻ പറ്റുക? 16 ദിവസത്തോളം ഞാൻ ജയിലിൽ കിടന്നത് ഇതേപോലുള്ളൊരു വ്യാജ പരാതിയിലാണ്. പോലീസ് നോട്ടീസ് പോലും തരാതെ അറസ്റ്റ് ചെയ്തു. ഇത്തരം നിയമ ദുരുപയോഗം ഉണ്ടാകുന്നത്, ഇതാണ് പോയിന്റ്, നമുക്ക് അതിജീവിതമാരോട് നമ്മുടെ സമൂഹത്തിന്റെ ശരിയായ കരുതലിൽ നിന്നാണ്. യഥാർത്ഥത്തിൽ നമ്മളൊരു പെൺകുട്ടിക്ക്, നമ്മുടെ സഹോദരിക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ, അവൾക്ക് സംരക്ഷണം ഒരുക്കാൻ, അവളുടെ സ്വകാര്യത ഉറപ്പാക്കാൻ അതിജീവിത, അതായത് പരാതിക്കാരിയല്ല, കുറച്ചുകൂടെ സേഫ് ഗാർഡ് ചെയ്ത്, ഇര എന്നാണ്, വിക്ടിം എന്നാണ് ആദ്യം വിളിച്ചുകൊണ്ടിരുന്നത്, ഇപ്പം കുറച്ചുകൂടെ സേഫ് ഗാർഡ് ചെയ്ത് അതിജീവിത, സർവൈവർ എന്ന് വിളിക്കുന്നു. അത് വളരെ ശരിയാണ്. നമ്മുടെ ആ കരുതലിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ചില ആൾക്കാർ, പോലീസ് അടക്കം, ഇത് നിയമപരമായി ദുരുപയോഗം ചെയ്തിട്ടുള്ളത്. അതിന്റെ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ ഞാൻ. ആദ്യമേ ഷിംജിത പരാതി കൊടുത്തിരുന്നെങ്കിൽ,
അതായത് ഇപ്പൊ നമ്മുടെ ദീപക് മരിച്ച കാര്യം നിങ്ങൾ അറിഞ്ഞു കാണും. ഞങ്ങൾ ദീപകിന്റെ വീട്ടിൽ പോയി 3,17,000 രൂപ കൊടുത്തു. ഞങ്ങളിപ്പോൾ ഒരു ഹെൽപ്പ് ലൈനും മറ്റും സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളാൽ കഴിയുന്ന കാര്യം. ഇതേപോലെ തിരുവനന്തപുരത്ത് ഒരു പയ്യൻ ആത്മഹത്യ ചെയ്തു. സുനീർ എന്നാണ് പേര്. അവന്റെ ഉമ്മയുമായിട്ട് നമ്മൾ പോയി DGPയുടെ അടുത്ത് പോയി പരാതി എടുപ്പിച്ചു. ഇപ്പം സുനീറിനെതിരെ പെൺകുട്ടി സുനീറിന്റെ ഉമ്മയ്ക്കെതിരെ പരാതി കൊടുത്തിരിക്കുകയാണ്. നഷ്ടപരിഹാരവും മറ്റും ചോദിച്ച് ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിന് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു നിമിഷം നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഷിംജിത ആ ദിവസം പോലീസിൽ പരാതി കൊടുത്തിരുന്നെങ്കിൽ ഷിംജിത അതിജീവിതയും ദീപക് പീഡനകനുമായി ദീപക് ജയിലിൽ കിടക്കുമായിരുന്നു. ആ ജയിലിൽ കിടക്കാനുള്ള പേടി കാരണം കൂടി കൊണ്ടാണ് ദീപക് ആത്മഹത്യ ചെയ്തത്. ഷിംജിതയ്ക്ക് മാത്രമല്ല, നിങ്ങൾക്കും എനിക്കും നമ്മുടെ സമൂഹത്തിനും കൂടി ഉത്തരവാദിത്വമുണ്ട്. യഥാർത്ഥത്തിൽ അവന് എവിടെന്നെങ്കിലും രക്ഷ കിട്ടുമെന്ന് തോന്നിയിരുന്നെങ്കിൽ 7 വീഡിയോ ഷിംജിത എടുത്തു. ഓർക്കണം, അപ്പൊ എത്ര ആംഗിളിൽ നിന്ന് എടുക്കുന്നു എന്ന് ഓർക്കണം. പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ നിന്നാണ് ഞാൻ കോട്ട് ചെയ്യുന്നത്. 7 വീഡിയോ എടുത്തു എന്ന് പറഞ്ഞാൽ പരമാവധി പല ആംഗിളുകളിൽ നിന്ന് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് നോക്കുകയാണ്. ഇവിടെ നിൽക്കുന്ന ക്യാമറക്കാർക്ക് അറിയായിരിക്കും 7 ആംഗിളിൽ നിന്ന് വീഡിയോ എടുത്താൽ എന്തെങ്കിലും ഒന്ന് കിട്ടട്ടെ എന്ന് വിചാരിച്ച് അവൻ ചെയ്യുന്നതാണ്. അപ്പോ ഈ പെൺകുട്ടി വെറുതെ ഇറങ്ങിയിട്ട് ഒരു പരാതി കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഷിംജിത എന്ന് പറയുന്ന കുട്ടി അതിജീവിതയും ദീപക് വേട്ടക്കാരനുമായിട്ട് ജയിലിൽ കിടക്കുമായിരുന്നു. ആ വേട്ടക്കാരനാകായി ബ്രാൻഡ് ചെയ്യപ്പെടാൻ വയ്യാഞ്ഞിട്ടുകൂടെയാണ് ദീപക് ആത്മഹത്യ ചെയ്തത്. അത്രമാത്രം ഈസിയായി ഒരു പെൺകുട്ടിക്ക് പരാതി കൊടുത്ത് അതിജീവിത എന്ന ലേബൽ സ്വീകരിക്കാൻ കഴിയുന്ന അവസ്ഥയാണ്. അവിടെയാണ് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അതിജീവിത എന്ന ലേബൽ എന്ന മഹത്തരമായ പദം വളരെ സൂക്ഷ്മമായി മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആദ്യമേ ഷിംജിത പരാതി കൊടുത്തിരുന്നെങ്കിൽ ദീപക് ജയിലിലും ഷിംജിത അതിജീവിതയുമായി വെളിയിൽ ഉണ്ടാകുകയും ചെയ്യുവാൻ അത്രമാത്രം ഈസിയായി ദുരുപയോഗം ചെയ്യാൻ കഴിയുന്നതാണ്. യഥാർത്ഥ അതിജീവിതമാരെ സംരക്ഷിക്കാനുള്ള ഈ നിയമം ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. ഈ വിഷയത്തിൽ അവധാനത വേണം, സൂക്ഷ്മത വേണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എന്റെ അടക്കം പരാതികളിൽ മുഖ്യധാരാ ചാനലുകൾ അതിജീവിതയെ അധിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞാണ് വാർത്ത കൊടുക്കുന്നത്. ഏത് അതിജീവിതയെ അധിക്ഷേപിച്ചു, എന്ത് അധിക്ഷേപിച്ചു? അങ്ങനൊന്നുമില്ല, അതിജീവിതയെ അധിക്ഷേപിച്ചു. ഈ വിഷയത്തിന്റെ ഗൗരവം ദയവായി മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞു. ഇന്നലെ ചില മാധ്യമങ്ങളെങ്കിലും കണ്ടാണ്, ഞാൻ ഇന്ന് രാവിലെയാണ് കണ്ടത്. ഒരു പോക്സോ കേസിൽ 2 കുട്ടികൾക്കെതിരെ ആരോപണം വന്ന വ്യക്തിയെ കോടതി അദ്ദേഹത്തിന്റെ സ്വന്തം ജാമ്യത്തിൽ വിട്ടു തുടങ്ങിയ വാർത്തകൾ നിങ്ങൾ കണ്ടു കാണും. അത്രമാത്രം കോടതി കൺവിൻസ്ഡ് ആയി കാണും. എനിക്കറിയില്ല ഡീറ്റെയിൽസ്. അത് വ്യാജ പരാതിയാണെന്ന്. അതായത് ഇപ്പൊ ആൾക്കാർക്ക് എന്താ പ്രശ്നം അറിയോ? റിമാൻഡിൽ വിട്ടില്ല എന്നുള്ളതിനാണ് ആൾക്കാർക്ക് ദേഷ്യം. എന്ന് പറഞ്ഞാൽ 2 ആഴ്ച അവൻ ജയിലിൽ കിടക്കണം. 2 ആഴ്ച ജയിലിൽ കിടക്കുമ്പോൾ അവന്റെ ഫോട്ടോ എല്ലാം നമുക്ക് കാര്യമായിട്ട് കൊടുക്കണം. അവന്റെ വീട്ടുകാരെ നാണം കിടത്തണം. അവന്റെ ജോലി നഷ്ടപ്പെടണം. അവൻ എന്തെങ്കിലും റവന്യൂ ഉണ്ടെങ്കിൽ ഇല്ലാതാകണം. അവൻ ജീവിതകാലം മുഴുവൻ റേപ്പിസ്റ്റായി മാറണം. ആ രീതിയിൽ ഈസിയായി പോകണം. കോടതി അത്രമാത്രം കൺവിൻസ്ഡ് ആയതുകൊണ്ടായിരിക്കില്ല, എനിക്കറിയില്ല. കേസിന്റെ ഞാൻ വിധിയൊക്കെ നോക്കിയിരുന്നു, കിട്ടിയില്ല. അപ്പോ കുറച്ചു പേരെ ജയിലിലിടണം. എനിക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന, ഞങ്ങൾ അതിനുവേണ്ടിയാണ് ഫൈറ്റ് ചെയ്യുന്നത്. കോടതി വഴി ഫൈറ്റ് ചെയ്യുന്നത്, പുരുഷ കമ്മീഷൻ വഴി ഫൈറ്റ് ചെയ്യുന്നത് അതാണ്. ദയവായി കോടതി പ്രഥമ ദൃഷ്ട്യ കേസ് നിൽക്കുമെന്ന് പറയുന്നത് വരെ ആ ആണിന്റെ ഫോട്ടോയും പേരും ഇടരുത്. മാധ്യമങ്ങൾക്ക് കാണിക്കാൻ കഴിയുന്ന ഒരു ആത്മനിയന്ത്രണമാണ് പ്രഥമ ദൃഷ്ട്യ. വിധിയൊന്നും വരണ്ട, വിധിയൊക്കെ വരാൻ വർഷങ്ങൾ എടുക്കും. വിധിയൊന്നും വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക പ്രായോഗികമല്ല. നമ്മൾ അതാണ് ഡിമാൻഡ് ചെയ്യുന്നത്. അത് കിട്ടുമെന്ന് വിചാരിച്ച് ഡിമാൻഡ് ചെയ്യുന്നതല്ല. 10 ചോദിച്ചാലേ 2 3 എങ്കിലും തരൂ. അതുകൊണ്ടാണ് നമ്മൾ 10 ചോദിക്കുന്നത്. നമ്മൾ പുരുഷ കമ്മീഷന്റെ റിക്വസ്റ്റിനും ആ ബില്ലിലും എല്ലാം എഴുതിയിരിക്കുന്നത് വിധി വരുന്നത് വരെ പറയരുതെന്നുള്ളതാണ്. അത് വേണ്ട, അത് കിട്ടിയാൽ വലിയ കാര്യം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പ്രഥമ ദൃഷ്ടിയ കോടതി ഈ കേസ് നിലനിൽക്കുമെന്നെങ്കിലും പറയുന്നത് വരെ. ഇല്ലെങ്കിൽ അനുഭവിച്ച ഒരു വ്യക്തിയാണ് എന്റെ കൂടെ സ്ഥിരം വരുന്ന ശ്രീ മുകേഷ് നായർ. പുള്ളിയുടെയും വീട്ടിലും മക്കളുണ്ട്, അമ്മയും മറ്റുമുണ്ട്. മുകേഷ് നായരെ ഒരു പരിപാടിക്ക് വിളിച്ചതിന് ആ സ്കൂളിന്റെ പ്രിൻസിപ്പലിനെതിരെ വിദ്യാഭ്യാസ മന്ത്രി നടപടിയെടുത്തു. എന്തുകൊണ്ടാണ്? മുകേഷ് നായർ പോക്സോ കേസിൽ പ്രതിയാണെന്ന്. അല്ല, കോടതി ആ പോക്സോ കേസ് തന്നെ റദ്ദാക്കി. കോടതിയും പോലീസും ആ റിപ്പോർട്ട്. ഇവനൊരു, അതായത് ശ്രീ മുകേഷ് ഒരു ആൽബത്തിൽ അഭിനയിക്കാൻ പോയതാണ്. നമ്മുടെ തന്നെ പേര് പറയുന്നില്ല, ഒരു പ്രമുഖ ചാനലിന്റെ തലപ്പത്തിരുന്ന എന്റെ സീനിയർ ആയിരുന്ന ഒരു മനുഷ്യൻ, എനിക്ക് ഭയങ്കര ഇഷ്ടവും എതിരഭിപ്രായമാണ് എനിക്കുള്ളത്, നിലപാടുകൾ വൈസ്. അദ്ദേഹത്തിനെതിരെ പോക്സോ വന്നു. ഇതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇന്ത്യയിൽ, കേരളത്തിൽ മാത്രമേ ഈ രീതിയിൽ ഈ പരിപാടി നടക്കുന്നുള്ളൂ. തേർഡ് പാർട്ടി പരാതികൾ, പുരുഷനെ കൊടുക്കാനുള്ള പരാതികൾ, ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇത്രയില്ല, അവിടെ എവിടെയും ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഇത്രയും വ്യാപകമായി വരുന്നത് ഈ തീവ്ര ഫെമിനിസ്റ്റ് നിലപാട് തറയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് നമ്മുടെ നിയമ സംവിധാനത്തെയും പോലീസിനെ എല്ലാം കാണുന്നുകൊണ്ടാണ്. അതിനർത്ഥം നേരെ തിരിച്ചു പുരുഷ ഷോവിനിസ്റ്റുകളാകണമെന്നോ മെയിൽ ഷോവിനിസ്റ്റ് ആകണമെന്നോ അല്ല. നമുക്കൊരു ബാലൻസ് വേണം. ഇല്ലെങ്കിൽ നാളെ നിങ്ങൾക്കെതിരെ ഒരു വ്യാജ പരാതി വന്നാൽ ആദ്യം നിങ്ങൾ 1 ആഴ്ച ജയിലിൽ കിടക്കും, അല്ലെങ്കിൽ 2 ആഴ്ച ജയിലിൽ കിടക്കും. 2 ആഴ്ച ജയിലിൽ കിടന്നു കഴിഞ്ഞ് എന്റെ അങ്ങനെ ഒരു അടുത്ത സുഹൃത്തിന്റെ, ഒരു പെൺകുട്ടിയായ സുഹൃത്തിന്റെ അച്ഛൻ 80 ദിവസം ജയിലിൽ കിടന്നു, വ്യാജ പോക്സോ ഒന്നുകൊണ്ട്. ഇപ്പൊ അവസാനം കോടതി പറഞ്ഞു കേസൊന്നുമില്ല, അന്ന് അയാൾ അവിടെ ആ പ്രസൻസിൽ പോലും ഇല്ല. പക്ഷെ 80 ദിവസമൊക്കെ ജയിലിൽ കിടക്കാന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിലെ ഭയങ്കര വിഷമകരമായ സംഭവമാണ്. അങ്ങനെ കിടന്ന ആൾക്കാരാണ് തെക്കറ്റായ ശ്രീ ദിലീപ് അടക്കമുള്ളവർ.
ശ്രീ ദിലീപിന് അനുകൂലമായി, ശ്രീ ദിലീപിനെതിരെ ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് ഇപ്പൊ അവസാനം എന്താ പറയേണ്ടത്? എന്താ ഒരു കോടതി പറയുന്നത്? ദിലീപിന്റെ കോടതിയിലെ ജഡ്ജി ശരിയല്ല. ഈസിയാണ് കാര്യം. എന്തുകൊണ്ടാണ്? നിങ്ങൾ മാധ്യമങ്ങളുടെ ഒരു വിഭാഗം ഭയങ്കരമായി ഇതിനെ കൈയിടിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ദിലീപിന്റെ കേസിൽ പേര് പറയാലോ, പേര് ജഡ്ജി ഹണി വർഗീസ്. ഞങ്ങൾ നിയമത്തിന്റെ വിദ്യാർത്ഥികൾ പൂവിട്ട് പൂജിക്കേണ്ട, കാണുമ്പോൾ എണീച്ചു നിന്ന് തൊഴേണ്ട ഒരു വ്യക്തിയാണ് ജഡ്ജി ഹണി വർഗീസ്. ആ ഒരൊറ്റ സ്ത്രീയുടെ ധൈര്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് ശ്രീ ദിലീപ് അടക്കം വേറൊരു പ്രതിക്കും കൂടെ, നിരപരാധിയായ പ്രതിക്കും കൂടെ വിടുതൽ കിട്ടി അവർക്ക് മോചിപ്പിക്കാവുന്നത്. ചിലപ്പോൾ ഞാൻ ആണുങ്ങളെ കുറ്റം പറയില്ല കേട്ടോ, ചിലപ്പോൾ ഒരാണാണെങ്കിൽ ചിലപ്പോൾ കിടക്കട്ടെ എന്ന് വിചാരിക്കുമായിരുന്നു. ഇത്രയും നമ്മുടെ മാധ്യമ സമ്മർദ്ദം, ബാക്കി മാധ്യമങ്ങൾ ചീത്ത വിളിക്കുന്നു, ജഡ്ജിയുടെ ഹസ്ബൻഡിനെ ചീത്ത വിളിക്കുന്നു, ജഡ്ജിയുടെ അച്ഛനെ ചീത്ത വിളിക്കുന്നു. ജഡ്ജി തന്നെ, ജഡ്ജി ഹണി വർഗീസ് ഒരിക്കൽ പറയുണ്ടായി, എന്റെ 12 വയസ്സുള്ള മകളെ ഒഴിച്ച് ബാക്കി എല്ലാരെയും മാധ്യമങ്ങൾ ഇതിലേക്ക് ഡ്രാഗ് ചെയ്തു. എന്തുകൊണ്ടാണ്? പുരുഷന് നീതി കൊടുക്കുന്നതിന് ഇവിടെ കയ്യടിയില്ല, പുരുഷനെ വേട്ടയാടുന്നതിനാണ് കയ്യടി. അപ്പൊ ആ പുരുഷ വേട്ടയാകരുതെന്നും കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് 1-2 ചോദ്യങ്ങളുണ്ടെങ്കിൽ എടുത്തുകൊണ്ട് നിർത്തും. അതിൽ എന്തുകൊണ്ടാണ് മാധ്യമങ്ങളോട് പറയുന്നതെന്നും പറഞ്ഞാൽ, ഞാൻ രാഷ്ട്രീയക്കാരെ നേരിട്ട് കണ്ടിട്ടുള്ളതുകൊണ്ടാണ്. 11 മാസമായി, കഴിഞ്ഞ ഫെബ്രുവരി മുതൽ പുരുഷ കമ്മീഷൻ ബിൽ നിയമസഭയിൽ ഇരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അവതരിപ്പിക്കാത്തത്? എന്നോട് നേരിട്ട്, ആൾക്കാരുടെ പേര് പറയാൻ പറ്റാത്ത അത്രയും വലിയ ആൾക്കാരുണ്ട് പറഞ്ഞത്. അതെ, ഈ മീഡിയക്കാരൊക്കെ നമ്മൾ പിന്നെ സ്ത്രീ വിരോധികളാണെന്നൊക്കെ പറയും. ആ സ്ത്രീപക്ഷ വോട്ടെന്ന് പറയുന്നത് വലിയൊരു വോട്ടാണ്. സ്ത്രീ വിഷയങ്ങളിൽ കിട്ടുന്ന ഒരു വോട്ടെന്ന് പറഞ്ഞാൽ അതൊരു വലിയ വോട്ടാണ്. അപ്പൊ ആ നിയമസഭയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ്. നിയമസഭ സ്വന്തം ചെലവിൽ പ്രിന്റ് ചെയ്തെടുത്ത് 140 MLA-മാർക്കും കൊടുത്ത് സ്പീക്കർ അനുമതി നൽകി ഡേറ്റ് ഫിക്സ് ചെയ്ത് സ്വകാര്യ ബിൽ അവതരിപ്പിക്കാൻ എൽദോസ് കുന്നപ്പള്ളിക്ക് പെർമിഷൻ കൊടുത്തിട്ട് 11 മാസം, കഴിഞ്ഞ ഫെബ്രുവരി അവസാനം, കഴിഞ്ഞ ഫെബ്രുവരി മാർച്ച് അവസാനം, ഇപ്പോഴും ആരും എടുക്കാതിരിക്കുന്നതിന്റെ റീസൺ, നമ്മൾ ഇത് എടുത്തു കഴിഞ്ഞാൽ മാധ്യമങ്ങൾ നമ്മളെ സ്ത്രീ വിരോധികളായി ചിത്രീകരിക്കും, സ്ത്രീപക്ഷ വോട്ടുകൾ നമുക്ക് പോവും, നമ്മളെല്ലാം പീഡകരാണെന്ന് പറയും, അല്ലെങ്കിൽ പീഡകരോടൊപ്പമാണെന്ന് പറയും. ഇതല്ലാതെ ഒരു കാര്യമില്ല. ഇത് എല്ലാവർക്കും ഉണ്ട് കേട്ടോ, അവിടെയും കൂടെ നമ്മൾ മിസ് ചെയ്യരുത്. ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഒന്നുമല്ല. നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിലാണ് മുകേഷ് ഏട്ടനെ, അല്ലെങ്കിൽ ശ്രീ മുകേഷിനെ ഗോവിന്ദച്ചാമി എന്നൊക്കെ വിളിച്ചത്. എന്താ? ഒന്നുമില്ല. ഞാനങ്ങനെ പറയുമ്പോൾ ഒരു പഞ്ച് വേണമല്ലോ എന്ന് ആഗ്രഹം. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലും അവിടെ പോയി കൊല്ലത്ത് പോകുമ്പോൾ നല്ല പഞ്ച് ഡയലോഗ് എന്തെങ്കിലും വേണം, TV ചാനലിലടക്കം വാർത്ത പ്രധാനമായിട്ട് വരണം. ഗോവിന്ദച്ചാമിയെ പോലെയാണ് മുകേഷ്. ശ്രീ മുകേഷിനൊക്കെ എത്രമാത്രം വേദനയുണ്ടായി എന്ന് എനിക്കറിയാം. അദ്ദേഹം ഞാനിവിടെ സംസാരിച്ചിട്ടുണ്ട്. ഗോവിന്ദച്ചാമി എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിയുടെ റേപ്പിനും മരണത്തിനും അടക്കം കാരണക്കാരനായ, കോടതി കുറ്റക്കാരനായി കണ്ട് ശിക്ഷിച്ചൊരു വ്യക്തിയാണ്. ശ്രീ മുകേഷിന് കോടതി അനുകൂലമായ പരാമർശങ്ങളുള്ള അദ്ദേഹത്തോടൊപ്പം 11 പേരെയും കൊടുക്കാൻ ഒരു സ്ത്രീ ശ്രമിച്ചു. ആ സ്ത്രീ പോക്സോ കേസിലടക്കം പിന്നീട് അറസ്റ്റിലായി, മറ്റൊരു വിഷയം. ആ ശ്രീ മുകേഷിനെ ഈസിയായിട്ട് ഗോവിന്ദച്ചാമിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിനും ഫാമിലിയും സർക്കിൾസും ഒക്കെ ഉണ്ടാവില്ല. ഞാൻ പറയുന്നത് ഇത് പലരും ആൾക്കാർ പറയും രാഹുൽ മാങ്കൂട്ടത്തിനെ ഞാൻ ഭയങ്കരമായി ഡിഫെൻഡ് ചെയ്തു. എനിക്ക് രാഹുലുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്ന് മാത്രമല്ല, ഞങ്ങൾ പലപ്പോഴും എതിർവശത്താണ്. പുള്ളി നെഹ്റൂവിയൻ ലെഫ്റ്റാണ്, ഞാനൊരു ഗാന്ധിയൻ റൈറ്റാണ്. ഈ ഇതും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ, അതിന്റെ നിഷ്പക്ഷത മനസ്സിലാക്കാനാ പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഈ പുരുഷ കമ്മീഷൻ ബില്ല് വരുന്നതിനെ ഏറ്റവും എതിർത്തതും ശ്രീ VD സതീശനെ സ്വാധീനിച്ച് അത് തടഞ്ഞതും. എന്നോട് പറഞ്ഞത് വേറെ ആരുമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നാണ് പറഞ്ഞത്. അതായത് എൽദോസ് കുന്നപ്പള്ളി ഈ സ്വകാര്യ ബിൽ അവതരിപ്പിക്കാൻ പോയപ്പോ VD സതീശൻജി മറ്റേ നെഹ്റൂവിയൻ ലെഫ്റ്റാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ നെഹ്റൂവിയൻ ലെഫ്റ്റാണ്, നമ്മുടെ പുരോഗമന സ്ത്രീപക്ഷ ചിന്തകൾക്കെതിരാണ് എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കം ഇടപെട്ടാണ് ഈ പുരുഷ കമ്മീഷൻ ബില്ല് വേണ്ടെന്ന് പറഞ്ഞത്. എനിക്ക് വ്യക്തിപരമായ ബന്ധം ഉണ്ടായിട്ടല്ല, അല്ലെങ്കിൽ വാസു സാറിന് എനിക്ക് വ്യക്തിപരമായ ബന്ധമായിട്ടല്ല, എന്നെ അറസ്റ്റ് ചെയ്യാൻ പോലീസിനെ വിളിച്ച ആളാണ്. എത്ര ദിവസമായി കിടക്കുന്നു, എന്തെങ്കിലും ഒരു നീതി വേണ്ടേ? എന്താ കാര്യം? ഒരു പേപ്പർ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു, ഇവിടെ നിന്ന് അപ്പുറത്തോട്ട് കൊടുത്തു. മനുഷ്യരല്ലേ, ഇത്രയും പ്രായമായവരല്ലേ? അതുകൊണ്ട് എന്തെങ്കിലും 1-2 ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിച്ചു നോക്കാം, അവസാനിപ്പിക്കാം. ഇത് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടാകുമെന്ന് വിചാരിച്ചല്ല. പക്ഷെ എന്റെ ഒരു മനസ്സമാനമാണ്, നാളെ ഇവരെ എല്ലാം ഈ കേസിൽ, ശബരിമല കേസിലാണെങ്കിൽ വെറുതെ വിടും. അപ്പൊ എനിക്കൊരു സമാധാനം, അറ്റ്ലീസ്റ്റ് ഞാൻ സത്യം പറയാൻ എനിക്ക് പറ്റിയല്ലോ എന്ന് എനിക്കൊരു സമാധാനം. അതിനുവേണ്ടിയാണ് ഞാൻ പറയുന്നത്, വേറെ ഒന്നുമല്ല. കാര്യം എന്ത് ചെയ്യാനാ? ഈ രീതിയിൽ രാഷ്ട്രീയത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യുകയാണ്. എനി ക്വസ്റ്റ്യൻസ്? സോറി ടു കണ്ടിന്യൂ, പ്ലീസ് ടെൽ. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ. ഈ വിഷയത്തിൽ ഞാൻ പറഞ്ഞ ഓരോ വരിയും കുത്തും കോമയും വാക്കും സത്യമാണ്. ഓരോ വരിയും എടുത്തു വെച്ചാ പറയുന്നത്. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ദയവായി ചോദിക്കുക. ഇല്ലെങ്കിൽ മാധ്യമങ്ങളോടുള്ള റിക്വസ്റ്റ് എന്താ അറിയാമോ? നിങ്ങളിത് റിപ്പോർട്ട് ചെയ്യുകയും കൊടുക്കുകയും വേണം. കാര്യം നിങ്ങളുടെ നറേറ്റീവ് സെറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് പോലീസുകാരും പ്രോസിക്യൂഷനും, വിഷമത്തോടെ പറയട്ടെ, ഒരു ചെറിയ പരിധി വരെയെങ്കിലും കോടതികളും സ്വാധീനിക്കപ്പെടുന്നത്. അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. നേരിട്ട് കണ്ടതെന്ന് പറഞ്ഞാൽ, എന്നെ അറസ്റ്റ് ചെയ്ത് പോലീസുകാർ കൊണ്ടുപോകുമ്പോൾ 2 സൈഡിലുള്ള പോലീസുകാർ നിങ്ങളുടെ ഓരോ ചാനലുകളിൽ ലൈവ് കാണുകയാണ്. ഞാൻ പറഞ്ഞ ഒരു കാര്യം ഒരു പോലീസുകാരൻ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ടെക്നോ പാർക്ക് കൊണ്ടുപോയപ്പോൾ പുള്ളി പറഞ്ഞു, എടാ നീ അങ്ങനെ പറഞ്ഞ ശരിയല്ല, ഇതിന്റെ പേര് ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നിനക്ക് ഒരു പുള്ളി തമാശയ്ക്കും പകുതി സീരിയസും പകുതി തമാശയ്ക്കും ഒരു കാര്യം പറഞ്ഞു. സാറേ എന്താ? മറ്റേ മീഡിയ വന്നു, ഒരു പ്രമുഖ മീഡിയയിൽ അത് ലൈവ് കൊടുത്തു. പുള്ളി പറഞ്ഞു, ഇത്
ഇതിന്റെ പ്രശ്നം നിങ്ങൾ മീഡിയക്കാരെയാണ് പോലീസും പ്രോസിക്യൂഷനും കോടതികൾ പോലും ഒരു വലിയ പരിധിവരെ ചെയ്യുന്നത്. അതുകൊണ്ട് ദയവായി ഇതിൽ എഴുതിയിരിക്കുന്ന A-Z വരികൾ സത്യവും കോടതിയുടെ നിരീക്ഷണവും കോടതിയുടെ വിധിന്യായത്തിന്റെ ഭാഗവുമായി വന്നതാണ്. ഒരു നിരപരാധിയെയും കൊടുക്കരുത്. അവസാനം കൺക്ലൂഷനിൽ 2 വരി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഒന്ന്, ഇതുവരെയുള്ള ശബരിമല സ്വർണ്ണക്കുള്ള കേസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി റിവ്യൂ ചെയ്യണം. ഹൈക്കോടതിയിലെ 3 ജഡ്ജിമാരാണ് ഇതെടുക്കുന്നത്. പ്രധാനമായിട്ട് 2 ബെഞ്ച് റിവ്യൂ ചെയ്യണം. നേരിട്ട് ബന്ധമില്ലാത്തവർക്ക് ജാമ്യം കൊടുക്കണം. അറസ്റ്റിലായി കിടക്കുന്നവർ 50, 60, 70, 80 വയസ്സായിട്ടൊക്കെ ഉള്ളവരാണ്. ജീവിതത്തിൽ റിട്ടയർമെന്റ് കഴിഞ്ഞവരാണ്. അല്ലെങ്കിൽ ജീവിതത്തിന്റെ അവസാന പാദത്തിൽ എത്തി നിൽക്കുന്ന വയ്യാത്തടക്കമുള്ള ആൾക്കാരാണ്. മരിച്ചുപോയ ആൾക്കാരെ അടക്കം കരിവാരത്തേക്ക് അനുവദിക്കരുത്. 1. 2, രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടക്കം രാഹുൽ ഈശ്വറിന്റെ അടക്കം കേസിൽ പോയിരിക്കുന്ന ആൾക്കാർ പരാതിക്കാരാണ്. അവരെ ഏറ്റവും ബഹുമാനത്തോടെ തന്നെ കാണുന്നു. അവരെ വ്യക്തിപരമായി അധിക്ഷേപിക്കരുത്, അവരുടെ പേര് പറയരുത്, അവരുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യരുത്. പക്ഷെ അവർ അതിജീവിതമാരല്ല. ശ്രീ ദിലീപിന്റെ കേസിലുള്ള നമ്മുടെ എല്ലാവർക്കും പ്രിയപ്പെട്ട നടി അതിജീവിതയാണ്. കാര്യം ആ പെൺകുട്ടി ഒരു അക്രമം നേരിട്ടു. ആ പെൺകുട്ടി അതിന് സാക്ഷിയുണ്ട്, തെളിവുണ്ട്. ഇതിൽ ശ്രീ ദിലീപ് ഭാഗമാകില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതായത് ആ പെൺകുട്ടി അതിജീവിതയാണ്, സംശയം. പക്ഷെ ഈ കേസിൽ അതിജീവിതയല്ല എന്ന് കോടതി പറയില്ല. പക്ഷെ കോടതി പീഡനാരോപണം നിലനിൽക്കില്ല എന്നേ പറയുള്ളൂ. അതാണ് കോടതിയുടെ ലാംഗ്വേജ്. പീഡനാരോപണം നിലനിൽക്കില്ല എന്ന് പറഞ്ഞാൽ അതിജീവിതയല്ലെന്നല്ലേ അർത്ഥം. ഇനിയും ജീവിതകാലം മുഴുവൻ ഇവർക്ക് അതിജീവിത ടൈറ്റിൽ വെച്ചാണോ നമ്മൾ കൊടുക്കാൻ പോണേ? അപ്പൊ അതുകൊണ്ട് അത് അതിജീവിതയല്ല. ആ വാക്ക് യൂസ് ചെയ്യുന്നതിൽ അവധാനത വേണം. അത് അതിജീവിത എന്ന വാക്കിനോടുള്ള ആദരവും ബഹുമാനവും കൊണ്ടാണ് പറയുന്നത്. അതിജീവിത എന്ന വാക്കിന്റെ സംരക്ഷണവും കവചവും ഒരുപാട് സ്ത്രീകൾക്ക് വേണമെന്നുള്ളത് കൊണ്ടാണ് അത് ദുരുപയോഗം ചെയ്യാനുള്ള അവസരം നൽകരുതെന്ന് പറയുന്നത്. ദീപകിന്റെ അടക്കമുള്ള കേസുകൾ നമ്മൾ ശക്തമായി മുമ്പോട്ട് പോകും. ദീപകിന്റെ വീട്ടുകാർക്ക് ഇനിയും ദീപകിന്റെ സുനീറിന്റെ കേസിൽ സഹായം എത്തിക്കും. നിങ്ങൾ ഹെൽപ്പ് ലൈനിന്റെ ഒക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, ടെസ്റ്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. എല്ലാവിധ പിന്തുണയും തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.